നമസ്കാരം, വിപ്ര ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ സഞ്ചരിച്ച സ്വകാര്യ ജെറ്റ് വിമാനം അപകടത്തിൽപ്പെട്ടു. മന്ത്രി അജിത് പവാർ ഉൾപ്പെടെ വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് 6 പേരുടെയും മരണം സ്ഥിരീകരിച്ച് DGCA. വിമാനം തകർന്നത് ഇന്ന് രാവിലെ 8:45 ലാൻഡിങ്ങിനിടെ. മുംബൈയിൽ നിന്നും ബാരാമതിയിലേക്കുള്ള യാത്രക്കിടെയാണ് അപകടം സംഭവിച്ചത്. വിമാനത്തിന്റെ ബാലൻസ് തെറ്റി ഇടിച്ചിറക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. ബാരാമതിയിൽ നടത്താനിരുന്ന പാർട്ടി പരിപാടിക്ക് പങ്കെടുക്കാൻ വരുന്ന വഴിയാണ് ഈ അപകടം ഉണ്ടായത്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായകനായിരുന്നു അജിത് പവാർ. 6 തവണ ഉപമുഖ്യമന്ത്രിയായിട്ടുണ്ട്. ഇത്രയും കാലം ഉപമുഖ്യമന്ത്രിയായ മറ്റൊരു നേതാവ് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലില്ല. അജിത് പവാറിന് ആദരാഞ്ജലികൾ. കൊച്ചി തിരുവാണിയൂരിൽ വിദ്യാർത്ഥിനിയെ പാറമടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. +1 വിദ്യാർത്ഥിനി ആദിത്യയെയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ ബാഗിൽ നിന്നും കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട കൊറിയൻ സ്വദേശിയായ ആൺ സുഹൃത്തിന്റെ മരണത്തിൽ മനം നൊന്താണ് താൻ ജീവനൊടുക്കുന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ 9 മണിയോടെയാണ് ആദിത്യയുടെ മൃതദേഹം പാറമടയിൽ നിന്നും കണ്ടെത്തിയത്. കുട്ടിയുടെ ബാഗും ബുക്കും പാറമടയുടെ പരിസരത്ത് നിന്നും കണ്ടെത്തി. കുട്ടിയുടെ ബാഗിൽ ലഭിച്ച ബുക്കിലാണ് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയത്. അതിൽ ഇങ്ങനെ പരാമർശിക്കുന്നു: കഴിഞ്ഞ 19-ന് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട തന്റെ ആൺ സുഹൃത്ത് മരിച്ചതിൽ മനം നൊന്താണ് ജീവനൊടുക്കുന്നത്. ഇതിൽ വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വിളപ്പിൽ ശാലയിലെ ചികിത്സ വൈകി രോഗി മരിച്ച സംഭവം സിസ്റ്റത്തിന്റെ തകരാറില്ലെന്ന് ആരോഗ്യവകുപ്പ്. തിരുവനന്തപുരം വിളപ്പിൽ ശാല ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ 37-കാരനായ ബിസ്മീർ മരിച്ചെന്ന ആരോപണത്തിൽ ആശുപത്രിക്ക് ആരോഗ്യവകുപ്പ് ക്ലീൻ ഷീറ്റ് നൽകി. സാധ്യമായതെല്ലാം ചെയ്തിരുന്നെന്നും കുത്തിവെപ്പും നെബുലൈസേഷനും നൽകിയിരുന്നു എന്നുമാണ് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. തുടർ ചികിത്സയ്ക്കുള്ള സൗകര്യക്കുറവ് കാരണമാണ് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാനുള്ള കാരണമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. എന്നാൽ അത്യാസന്ന നിലയിലെത്തുന്ന രോഗികൾക്ക് വേണ്ട ചികിത്സ നൽകേണ്ടത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണ്. അമേരിക്കയിലെ അതിശൈത്യത്തിൽ 42 മരണം. മഞ്ഞുവീഴ്ച നിന്നെങ്കിലും തണുപ്പ് അതിരൂക്ഷമായ സാഹചര്യത്തിലാണ്. അമേരിക്കയിലെ ഏകദേശം 23 സംസ്ഥാനങ്ങളാണ് ഈ അതിശൈത്യത്തിൽ കുടുങ്ങി വീർപ്പുമുട്ടുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലായിട്ടുള്ള മരണസംഖ്യയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അമേരിക്കയിലെ തെക്കൻ സംസ്ഥാനങ്ങളിൽ ഏകദേശം 5 ലക്ഷം പേർക്ക് ഇപ്പോഴും വൈദ്യുതിയില്ല. ഇത് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. വ്യാപകമായിട്ടുള്ള ഐസ് മഴയെ തുടർന്ന് വൈദ്യുതി കമ്പികളിലാകെ ഐസ് കട്ടപിടിച്ച് കിടക്കുകയാണ്. അതിനെ നീക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മരണം സംഭവിച്ചിരിക്കുന്നത് പ്രായമായവർക്കാണ്. പ്രത്യേകിച്ചും മഞ്ഞ് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിനിടയിലാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. സ്ത്രീധനം നൽകുന്നത് കുറ്റകരമല്ലാതാക്കാൻ ശുപാർശ ചെയ്ത് കേരള നിയമ പരിഷ്കരണ കമ്മീഷൻ. സ്ത്രീധന പീഡന പരാതികൾ റിപ്പോർട്ട് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള ശുപാർശ. കരട് ഭേദഗതിയിൽ ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തേടി. 1961-ലെ സ്ത്രീധന നിരോധന നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് കരട് ബില്ലിലൂടെ കേരള നിയമ പരിഷ്കരണ കമ്മീഷൻ നിർദ്ദേശിക്കുന്നത്. നിലവിലെ നിയമപ്രകാരം സ്ത്രീധനം നൽകുന്നതും വാങ്ങുന്നതും ക്രിമിനൽ കുറ്റകരമാണ്. സ്ത്രീധന പീഡന കേസുകളിൽ പരാതി നൽകാൻ മടിക്കുന്നത് ഇതുകൊണ്ടാണ്. ഈ സാഹചര്യം ഒഴിവാക്കാനാണ് നിയമ പരിഷ്കരണ കമ്മീഷൻ പുതിയ ഭേദഗതി നിർദ്ദേശിച്ചിരിക്കുന്നത്. സ്ത്രീധനം നൽകുന്നത് ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ കരട് ബില്ല് നിർദ്ദേശിക്കുന്നു. ഇതുപോലുള്ള ന്യൂസ് അപ്ഡേറ്റ്സിനായി വിപ്ര ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.